മിന്നായം കണ്ണോരം കണ്ടേ നദിയൊഴുകണ പോലാരോ പിന്നാലെ വന്നേ നടവഴിയുടെ ഓരങ്ങൾ പൂച്ചൂടാനെന്തേ കുടകരികിലെ തൂമഞ്ഞോ കണ്ണൂരിൽ പെയ്തേ മനമാകയോ പുതുസൗരഭം തെരുവിൽ തിനവയൽ കരയിൽ ഇരുനിഴൽ ചേരും പോലെ പരിചിതമാകും പോലെ മൊഴിയിൽ നിറയും മധുര വിചാരം പല കഥ ചൊല്ലും പോലെ പരിമൃദുഗാനം പോലെ ഒരനുവാദം തേടി നീ എൻ്റെ തനുവോരം നിൽക്കേ ഞാൻ മെല്ലെ ഉരുകുന്നതെന്തേ ഇളനീർ കുളിരാ മിഴികൾ തമ്മിൽ പകരുകയാണീ ചൂടിൽ നദിയൊഴുകണ പോലാരോ പിന്നാലെ വന്നേ സനിധ പമദനിക പമഗരിസ സനിധ പമദനിക പമഗരിസ മദനിക പസനിധ പമദനിക പമഗരിസ രിമഗരി മദനിക പസനിധ പമദനിക പമഗരിസ രിമഗരി മദനിക പസനിധ പസനി കപമഗരി മദനിക പമഗരിസ രിമദനിക പസരിയേ സനി കപമഗരി മദനിക പമഗരിസ രിമദനിക പസരിയേ സരി മദനിക പമഗരി മద പമഗരി മഗ പസനിധ പമദനിക പ സരി മഗരി സ സനിധ പമഗരി സ മദനിക പ സരി മഗരി സനി സ സഗരി മഗരി സനി സ പമ സഗരി മഗരി സനി സഗരി മഗരി സനി സഗരി മഗരി സനി സഗരി മഗരി സനി കനിമാനവ ത്യാഗ
സപനി മപ മഗരെ മപാപ നിസമാഗരെ മപനി സരി വിഴിച്ചിറയിൽ പിടിത്തായ് വിലകുതൽ പോൽ നടിത്തായ് ദിനം ദിനം തൂവണ്ടേ തളിരേ நதியன நான் நடந்தேன் அணைத்தடுத்தும் கடந்தேன் கடைசியில் கலந்தேன் கடலே எல்லாம் தெரிந்திருந்தும் என்ன புரிந்திருந்தும் சும்மா இருக்கும்படி சொன்னேன் 100 முறை பூவெடுத்து நீரில் பொத்தி வைத்து பாரு வந்துவிடும் மேலே வஞ்சிக்கொடியே சொன்னாலும் கேட்பதில்லை கண்ணி மனது ஒன்றை மறைத்து வைத்தேன் சொல்ல தடை விதித்தேன் நெஞ்சை நம்பியிருந்தேன் அது பஞ்சம் செய்தது சொன்னாலும் கேட்பதில்லை கண்ணி மனது കണ്ണോരത്ത് കൈദൂരത്ത് നീ എന്നോടെന്നും ചേർന്നിരുന്നു ചാരത്ത് കണ്ണോരത്ത് കൈദൂരത്ത് നീ സ്വപ്നം പോലെന്നുള്ളിൽ പെയ്യും നേരത്ത് കോർക്കാം ഇരു കൈകൾ ഇനി പോകാം കാലങ്ങൾ നാം ഓരോ ജന്മങ്ങൾ തേടുന്നു വർണ്ണങ്ങൾ കേൾക്കാം മഴ തോരുമ്പോൾ മൗനം മൂടിയ മോഹങ്ങൾ നീ മായാജാലങ്ങൾ ഓരെന്നും മുന്നിൽ മിന്നു ജന്മം തൊട്ടേൻ കൂടെ കൂട്ടായി വന്നു നീ നീട്ടും പൂക്കാലങ്ങൾ ഞാനേകും പൂന്താരങ്ങൾ ആത്മാവിൽ ആരോ പറഞ്ഞിടും പേരു നീ ആനന്ദം നീയാകവേ നീ എന്നുമേ
അശ്വിനെ പറ്റി എന്തെങ്കിലും പറയോ? അശ്വിൻ്റെ ഒരു ക്യാരക്ടർ കാര്യങ്ങൾ? അശ്വിൻ നൈസാണ്, അന്യായാണ്. നൈസ് ഗൈ, പെർഫെക്റ്റ്. ഗ്രീൻ ഫ്ലാഗ് ആണ് അവൻ. അതെ, ഗ്രീൻ ഫോറസ്റ്റ് ആണ്. അതെ, ഗ്രീൻ ഫോറസ്റ്റ് ആണ്. ചിലതൊക്കെ നമ്മൾ പറഞ്ഞു ചെയ്യിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അതല്ലെങ്കിൽ അവൻ പക്ക ഗ്രീൻ ഫോറസ്റ്റ് ആണ് അല്ലേ? അശ്വിൻ ഭയങ്കര പാവാണ്. അത്ര ചെറുപ്പത്തിൽ അവൻ എന്റെ മുടിയൊക്കെ വലിച്ചു പറിച്ചൊരു 10-20 പറിച്ചെടുത്ത് തല്ലുകൂടിയിട്ട് ഞങ്ങൾ തല്ലുകൂടിയിട്ട് അങ്ങനെ ഞങ്ങൾ തല്ലുവിടാറുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ്, ക്ലോസ് ആണ്. എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇറിറ്റേറ്റ് ചെയ്യും. പിന്നെയോ സെക്കൻഡ് തിങ്, താങ്ക് യു. I am so happy. Finally, I'm so happy to have her, Arya, in our life. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ ലുക്കിംഗ് ഫോർവേഡ് അല്ലേ? Two things about Arimai too. സ്വീറ്റ്, ഇൻഡിപെൻഡന്റ്. She is very sweet and ക്രിയേറ്റീവ് ആണ്. ക്രിയേറ്റീവ് ആണ്. വൈബ് ആണ് അല്ലേ? ഉണ്ണിക്കാണെങ്കിൽ അങ്ങനത്തെ ക്രിയേറ്റീവ് സൈഡ് ഉണ്ണിക്കില്ലാത്ത എല്ലാ കഴിവുകളും കോംപ്ലിമെന്റ് ചെയ്യിച്ചത്. അങ്ങനെ നന്നായിട്ട് മുന്നോട്ട് പോട്ടെ. all the best. ഉണ്ണി, ആര്യ, all the best. All the best. ഞങ്ങൾ തമ്മിൽ ചിലപ്പോൾ നല്ല അടി കൂടും കേട്ടോ, അതൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഇതുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും അടി കൊടുക്കും. അവൻ്റെ അച്ഛനില്ലാത്തതിൻ്റെ ഒരു വിഷമം ഞാൻ ഈ സമയത്ത് നന്നായി മനസ്സിലാക്കുന്നുണ്ട്. അവൻ്റെ അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അവൻ്റെ ജോലി കഴിഞ്ഞ ഉടനെ ഒരു കല്യാണം. അത് കാണാൻ യോഗം ഉണ്ടായില്ല, അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. അവൻ ഇപ്പോഴത്തെ ഒരു തലമുറയെ അപേക്ഷിച്ച് അവൻ നല്ലൊരു പയ്യനാണെന്നാണ്. അമ്മമാർക്ക് പിന്നെ മക്കളെ പറ്റിയിട്ട് എപ്പോഴും നല്ലതല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ആരും എനിക്ക് തോന്നുന്നു അവന് പറ്റിയൊരു കുട്ടിയായി. അവൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് നല്ല ബോൾഡായിട്ടൊരു കുട്ടി വേണം എന്നായിരുന്നു. അത് ആയിരിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ രണ്ടുപേരും നല്ല സന്തോഷവും സമാധാനമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കുട്ടിയായിരിക്കുമ്പോൾ അവൻ നല്ല വികൃതിയായിരുന്നു. അവൻ ഞങ്ങളന്ന് തിരുപ്പൂർ താമസിച്ചിട്ടുണ്ട്. തിരുപ്പൂർ താമസിക്കുന്ന സമയത്ത് അന്ന് TVS പഴയൊരു വണ്ടിയില്ലേ, അങ്ങനെ അവിടെ ആ റോട്ടിൽ അതാ ഉപയോഗിക്കുക. അവൻ പെട്രോൾ ടാങ്ക് അത് തുറന്ന് അതിൽ കുറേ മണ്ണൊക്കെ വാരിയിട്ടുണ്ട്. അത് അവൻ്റെ അച്ഛന് മനസ്സിലാവുന്നില്ല, അവൻ സ്റ്റാർട്ടാവുന്നില്ല. എന്നിട്ട് വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നോക്കി അവർ പെട്രോൾ ടാങ്ക് തുറന്നപ്പോൾ അതിൽ നിറയെ മണ്ണും കല്ലും ഒക്കെ. പിന്നെ ഒരു കാര്യം, അവന് പോളിയോ കൊടുക്കാൻ ഡോക്ടർമാരുടെ അടുത്തേക്ക് നേഴ്സൊക്കെ പോളിയോ അവൻ്റെ വിചാരം ഇത് വേറെ എന്തോ ഇഞ്ചക്ഷൻ ചെയ്യാനാണെന്ന് വെച്ചിട്ട് വായിൽ ഒഴിച്ചു കൊടുക്കണം മരുന്നാന്നൊന്നും മനസ്സിലാക്കുന്നില്ല. ആ നേഴ്സിനെ അവൻ പറയാത്ത ചീത്തയില്ല. പോളിയോ കൊടുക്കാൻ പോകുമ്പോൾ പോടി പണ്ടാറക്കല്ലിന്ന് അവരെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ അമ്മൂമ്മ അന്നൊന്നും മിക്സിയില്ലല്ലോ, അപ്പം ആട്ടുകല്ലിലിട്ട് അരിയൊക്കെ അരച്ച് വെച്ചാൽ അവൻ മണ്ണൊക്കെ വാരിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരുപ്പൂർ താമസിക്കുന്ന സമയത്ത് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെള്ളം വരുള്ളൂ. ആ വെള്ളത്തിൽ മുഴുവൻ ആ മണ്ണ് വാരിയിടും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഭയങ്കര വികൃതിയായിരുന്നു. പക്ഷെ അത് വലുതായപ്പോൾ അവൻ്റെ എല്ലാ വികൃതിയൊക്കെ പോയി സൈലൻ്റായി. അവനങ്ങനെ സംസാരിക്കൊന്നുമില്ല, ഒരു മിതത്വമാണ്. അങ്ങനെ കൂടുതലായിട്ട് സംസാരിക്കുന്ന ആളല്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ആര്യ നല്ല കുട്ടിയാണ്. ഞാൻ പറഞ്ഞില്ലേ ആര്യ അവന് പറ്റിയ കുട്ടിയാണെന്ന് എനിക്ക്. ആ കുട്ടിയുടെ അമ്മയോടാണ് ഞാൻ ആദ്യം സംസാരിച്ചത്. അപ്പോഴേ ഞങ്ങൾ തമ്മിലൊരു ഇങ്ങനെ ഒരു ഇത് നല്ലതായിരിക്കും തോന്നി. എന്താ വെച്ചെങ്കിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് മരിച്ചതാണ്, അവരുടെയും ഹസ്ബൻഡ് ഇല്ല. അപ്പോൾ നമുക്ക് തമ്മിൽ ആ വിഷമം പങ്കുവെക്കാനും കൂടുതൽ സംസാരിക്കാനുള്ളൊരു ഇത് തോന്നി. പിന്നെ ആര്യ കണ്ടപ്പോഴും സംസാരിച്ചപ്പോഴും പെരുമാറിയപ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. First thing, Unni bro. Unni maman allengal Unni bro. So he is very irritating, always irritates me. That's all I have to say. Arimai very creative, very nice. അതായത് ചേട്ടാ ഒരു സിഗ്മയുടെ കഥയാണ് കേട്ടോ പറയാനുള്ളത്. സിഗ്മ ഇപ്പൊ സിഗ്മകൾ കല്യാണം കഴിക്കണ ഒരു കാലമാണല്ലോ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഞാൻ അമ്മു എന്നാ വിളിക്കുന്ന ആര്യ, അവളെ കൂട്ടാം.
അതായത് ഞങ്ങളുടെ കൂടെ നടക്കുമ്പോൾ ഓക്കെ ഞങ്ങളെല്ലാവരും സിംഗിളാണ്. അപ്പം നമ്മുടെ കൂടെ നടക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും കപ്പിളിനെ കണ്ടാൽ ദേഷ്യപ്പെടുന്ന എക്സ്പ്രഷൻ ഉണ്ട് ഇങ്ങനെ മൂവിയിൽ റൊമാൻറ്റിക് സീനൊക്കെ കാണുമ്പോൾ എല്ലാവരും അത്ര ഇതായിട്ടിരിക്കുമ്പോൾ ഇവരെന്തേ കാണിക്കണേന്നുള്ള രീതിക്ക് ക്രിഞ്ച്. ഇന്ന് അവൾ ഇവിടെ കാണിച്ചത് നിങ്ങളെല്ലാവരും കണ്ടല്ലോ. സിഗ്മ ചേട്ടാ സിഗ്മ, നമ്മുടെ ഗ്യാങ്ങിലെ സിഗ്മ ഗ്യാങ്ങിലെ ആദ്യത്തെ കല്യാണം ആര്യ അശ്വിൻ. പിന്നെ അശ്വിൻ ചേട്ടനെ പറ്റി പറയാനാണെങ്കിൽ ലൈക്ക് വൺ ഡേ ഷീ ടോൾഡ് മീ എഡി ഐ എം ടോക്കിംഗ് ടു എ ഗായ്. എന്താണ് കാര്യം ഞാൻ പറയാടി, സെറ്റായിട്ട് പറയാം. ആൻഡ് ആഫ്റ്റർ ഫ്യൂ വീക്സ് ആൻഡ് ഓൾ ഷീ സെറ്റ്. അവളെനിക്ക് പിക്ക് അയച്ചേ. ഐ വാസ് ലൈക്ക് വെരി എക്സൈറ്റഡ്. കാരണം അങ്ങനെ നമ്മുടെ കൂടെ നടന്ന കൊച്ച ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ആൻഡ് അവളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വിളിക്കുകയാണെങ്കിൽ നമ്മൾക്ക് വിഷമം പങ്കുവെക്കുന്ന ടൈപ്പായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഷീ ഈസ് എ വെരി ഗുഡ് ലിസണർ. ആൻഡ് ഇവിടെ അശ്വിനെ പറ്റി ആദ്യം പറഞ്ഞപ്പോൾ ഐ ഫീൽ ലൈക്ക് നമ്മളിപ്പോൾ ഫിംഗേഴ്സ് ഇങ്ങനെ മാച്ച് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഇതിങ്ങനെ കംപ്ലീറ്റ് ആവില്ലേ. അപ്പോൾ ഒരാളുടെ ക്വാളിറ്റീസ് ഇങ്ങനെ മണ്ടിക്ക് വെക്കുമ്പോൾ അതിങ്ങനെ ഒരു ഹോൾ ആവില്ല. അപ്പോൾ ഇറ്റ് സൗണ്ടഡ് ലൈക്ക് ദാറ്റ് ആൻഡ് ഇറ്റ് വാസ് വെരി സ്വീറ്റ്. ആൻഡ് ഐ എം സോ ഗ്ലാഡ് ദറ്റ് അവൾക്ക് പറ്റിയ ഒരാൾക്ക് ആളെ കിട്ടി. ആൻഡ് അവളുടെ കൂടെ ഇരുന്ന് അവളുടെ വിഷമങ്ങളും ഹാപ്പിനെസ്സും എല്ലാം ഒരുമിച്ച് കൂടെ നിന്ന് കണ്ട വ്യക്തി എന്നുള്ള നിലയ്ക്ക് വെരി ഹാപ്പി. ലൈക്ക് ഐ എം ലൈക്ക് ഫൈനലി ഷീ ഫൗണ്ട് ഹർ ഗായ്. സോ നമുക്കൊരു ഹോപ്പാണ്, ഒരു ട്രൂ ലവിനോടുള്ള ഒരു ഹോപ്പ്, ഒരു വിശ്വാസം. ആൻഡ് അശ്വിനോട് എനിക്ക് പറയാനുള്ളത്, കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡൗട്ട്സ് വരും. ഇങ്ങനെ അയ്യോ എന്നെ കാണാൻ കൊള്ളാമെന്ന്. പക്ഷെ അവൾക്ക് അറിയാത്ത കാര്യം അവൾ കാണാൻ നല്ല കൊള്ളാമെന്നാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് റിയഷ്യൂർ ചെയ്യുമ്പോൾ അതാണ് വെരി ഹാപ്പി ഫോർ. ആൻഡ് വി വിഷ് ഹർ എ വെരി happy sweet life. Yes. And cheers to X Sigma. ഞാൻ ആര്യനെ ആദ്യമായിട്ട് കാണുന്നത് 2 വർഷം മുമ്പ് ഒരു ഐക്കോൺസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ. അപ്പോൾ 2 ദിവസമേ കണ്ടോളൂ. എന്ന് വെച്ചാൽ ഭയങ്കര മെച്ചറായിട്ട് കണ്ണാടിയൊക്കെ ഇട്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ടോക്കറ്റീവ് ആയിരിക്കത്തില്ല എന്ന് വിചാരിച്ചു. ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കോഴ്സിൽ എൻ്റെ കൂടെ, പക്ഷേ പുള്ളിക്കാരി എന്നെക്കാളും ഭയങ്കര കുറച്ച് ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് വിചാരിച്ചു മൂത്തായിരിക്കും, അങ്ങനെ മിങ്കിൾ ചെയ്യത്തില്ല. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ ലൈഫ് എന്ന് പറയുന്നത് ആര്യ തന്നെയാണ്. എൻ്റെ ഫസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ എനിക്കറിയണ കരച്ചിലും സന്തോഷവും എല്ലാം ഒരുമിച്ച് വരുന്നതാണ്. എന്ന് വെച്ചാൽ അവളിപ്പോൾ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ഹോസ്റ്റലിലാണ്. അപ്പോൾ 24 മണിക്കൂറും ഞാൻ ആര്യനെ കാണുന്നതുകൊണ്ട് അശ്വിൻ ചേട്ടൻ വിളിക്കുമ്പോൾ ഒരു പ്രത്യേക പ്രകാശമാണ് പുള്ളിക്കാരിയുടെ മുഖത്ത്. ഭയങ്കര എപ്പോഴും അപ്പോൾ ഒരു ഇവരുടെ സംസാരവും എല്ലാം നല്ല രസമാണ് കേട്ടിരിക്കാൻ. ഇപ്പോൾ ചേട്ടൻ മാത്രമല്ല, ഇപ്പോൾ എനിക്ക് ചേട്ടൻ്റെ ഫാമിലീനെ നല്ലപോലെ അറിയാം. അപ്പോൾ എല്ലാവരും ഈച്ച് ആൻഡ് എവറി വൺ ദർ വെരി നൈസ് ടു ഹർ. സോ ഇൻ ഓൾ ദാറ്റ് ആസ്പെക്ട്സ് ഐ ക്യാൻ സേ ദാറ്റ് ഷീ ഈസ് വെരി ലക്കി. ആക്ച്വലി ചേട്ടനും ഭയങ്കര ലക്കിയാണ്. ഷീ ഈസ് പ്രിറ്റി ഇൻ്റലിജൻറ്റ്, ക്രിയേറ്റീവ് എല്ലാം ആണ്. പിന്നെ ചേട്ടന് നല്ലൊരു ലിസണറിനെയും കൂടെയാണ് കിട്ടുന്നത്. നമ്മുടെ ലിസണറിനെ ചേട്ടൻ ഇപ്പോൾ എടുത്തു. എന്ന് വെച്ചാൽ ആര്യ അപ്പാർട്ട് ഫ്രം എ ലിസണർ ഷീ ഈസ് എ ഗ്രേറ്റ് ഹീലർ. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ജഡ്ജ്മെൻ്റൽ ആവാതെ, എന്ന് വെച്ചാൽ നമുക്ക് തെറ്റുകളുണ്ടെങ്കിലും ഒഫെൻസീവ് ആവാതെ നല്ല രീതിയിൽ എങ്ങനെ പറഞ്ഞു പോകുന്നൊരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ ഇവർ കണ്ട ഒരു വേർഷനല്ല ഞങ്ങൾ ആര്യനെ പുതിയ ഒരു രീതിയിൽ. എന്ന് വെച്ചാൽ ഇവരുടെ ഈ അശ്വിൻ ചേട്ടൻ്റെയും പിന്നെ ആര്യനെ രണ്ടുപേരുടെയും എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിലാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടത്. അപ്പോൾ ത്രൂ ഔട്ട് ദാറ്റ് ജേർണി ഐ ക്യാൻ സീ ദാറ്റ് ഹൗ മച്ച് ഷീ ഈസ് ഹാപ്പി ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ്. സോ ഇനി എനിക്ക് പറയാനുള്ളത് ഇതുപോലെ തന്നെ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഞാൻ ഈ എൻഗേജ്മെൻ്റ് കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആരെടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം, എനിക്ക് എൻഗേജ്മെൻറ്റുള്ള ഒക്കേഷനേക്കാളും കൂടുതൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാലും വെഡ്ഡിങ് കഴിഞ്ഞായിട്ടുള്ള ജീവിതമാണ് എനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ എപ്പോഴും ആരുടെ അടുത്ത് പറയാറുണ്ട്. ജീവിതം മുന്നോട്ട് പോവുക. ആര്യ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഇവരെല്ലാവരും പറഞ്ഞ പോലെ നല്ലൊരു ലിസണറാണ്. എൻ്റെ സ്വഭാവം എന്ന് കഴിഞ്ഞാൽ മാട്രിമോണിയിൽ എത്തിയപ്പോൾ എൻ്റെ അപ്രോച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മൾ പറയുന്നത് ആദ്യമായിട്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ആദ്യം പറയാൻ പാടില്ല, നമ്മുടെ നല്ല വശങ്ങളാണ് ആദ്യം കാണിക്കുന്നത്. എനിക്കതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. വീട്ടുകാരെപ്പോഴും എൻ്റെ അടുത്ത് കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കാരണം. പക്ഷെ ഞാൻ എൻ്റെ കുറ്റങ്ങളും കുറവുകളും ആദ്യമൊക്കെ പറഞ്ഞപ്പോൾ ആര്യ കേട്ടു. ആര്യോട് ഞാൻ വിശദമായിട്ട് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആര്യക്കത് കുഴപ്പമുണ്ടായിരുന്നില്ല, ഭാഗ്യം കൊണ്ട്. അങ്ങനെ പിന്നെയാണ് ഞങ്ങൾ നല്ല സംസാരിച്ച് നല്ല സെറ്റായത്.
എനിക്ക് ടൈം എടുത്തു. നമ്മൾ ഗ്രാജുവലി ചാടിക്കയറി എടുത്ത തീരുമാനമൊന്നുമല്ല. ആരായിട്ട് ഒന്നിക്കണം എന്നുള്ളത് വളരെ വിശദമായി എനിക്ക് എൻ്റെ ഒരു 3-4 മാസത്തോളം കുറേ സമയമെടുത്ത് എടുത്ത തീരുമാനമാണിത്. അപ്പോൾ ഇനി പറയാനുള്ളത് ഐ ലവ് യു ട്രൂലി. എനിക്കിപ്പോൾ ഈ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാലും എനിക്കൊരു ഫീലിങ്സ് വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഒന്നിച്ചു എന്നുള്ള ഫീലിംഗ് വ്യത്യാസം. കാരണം എനിക്ക് തോന്നുന്നു അത് ആ ഫീലിംഗ് ഓൾറെഡി ഉണ്ട് ഉള്ളിലായി. അത് കാരണം എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ഇതേപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പരിഹരിക്കാം. അത്രേ ഉള്ളൂ പറയാനായിട്ട്. പിന്നെ കണ്ടുമുട്ടിയതൊന്നും വലിയ റൊമാൻറ്റിക് കഥയൊന്നുമില്ല. ഞങ്ങൾ മാട്രിമോണി ആപ്പിൽ കണ്ടുമുട്ടി. അവളുടെ ഭാഗത്തല്ല, നിന്റെ ഭാഗത്തുള്ള നീ പറഞ്ഞു. എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ആൾക്കാരെ സെർച്ച് ചെയ്ത് സോർട്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് സംസാരിച്ച് അവസാനം കിട്ടിയതാണ് ഇവിടെ. അതെ, അത് ഇവിടെ കിട്ടി. പിന്നെ അതോടുകൂടി ഇവളോട് സംസാരിച്ച് എനിക്ക് തോന്നുന്നു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു നമുക്ക് സെർച്ച് നിർത്താം തോന്നുന്നു. ആ സമയപ്പോഴേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല കുട്ടി. എൻ്റെ ഭയങ്കര നിർബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ വെറുതെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൂഡ് പോകും. അവരെന്തെങ്കിലും ഇങ്ങോട്ട് തിരിച്ച് ചോദിക്കണമല്ലോ, അതാണുള്ള താല്പര്യത്തിനൊരു ഇൻഡിക്കേറ്റർ. അത് ഞാൻ എപ്പോഴും അളക്കുക. അപ്പോൾ ആര്യക്ക് എന്നോടും സംസാരിക്കുന്ന താല്പര്യം ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ എന്നോടും ചോദിച്ചു, അങ്ങനെ ഇഷ്ടമായി. അതാണ് കഥ. നമ്മുടെ ഭയങ്കര റൊമാൻറ്റിക് ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ എനിക്ക് ഭയങ്കര ഷോർട്ടാണ് എൻ്റെ പെർസ്പെക്റ്റീവ്. നിന്റെ പെർസ്പെക്റ്റീവ് എൻ്റെ കണ്ടുമുട്ടിയ കഥ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര അങ്ങനെ വേണമെങ്കിൽ പറയാം. ഞാനിങ്ങനെ അമ്മയടുത്ത് പറയാം എനിക്ക് കല്യാണമൊന്നും വേണ്ട, ഞാനിങ്ങനെ സമാധാനമായിട്ട് അങ്ങ് ജീവിച്ച് പൊക്കോളും, എനിക്ക് അതാണ് ഇഷ്ടം, അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴൊക്കെ പെട്ടെന്ന് അമ്മയ്ക്ക് വയ്യാതായി. പിന്നെ ഞാൻ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി അവിടെ കുറച്ച് നാൾ അഡ്മിറ്റ് ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായി. അയ്യോ അമ്മ മാത്രമല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ ഇവളുടെ കാര്യം എന്താവും, ഇവളിങ്ങനെ ഒറ്റയ്ക്കേ നടക്കുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അങ്ങനത്തെ ഒരു ഭയങ്കര ടെൻഷൻ കയറിയിട്ട് അമ്മ ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാൻ തുടങ്ങി, മാട്രിമോണി എടുക്ക്. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ എടുക്കത്തില്ല, ഞാൻ ചത്താലും എടുക്കത്തില്ല, അങ്ങനെ പറഞ്ഞ് നടക്കുക. എന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് അപർണ, അവളിങ്ങനെ അവൾക്ക് ഇതിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു നീ വെറുതെ ഒന്ന് മാട്രിമോണി എടുത്തേക്ക്, അപ്പോഴേക്കും അച്ഛനും അമ്മമാരുടെ ആ ഇതൊക്കെ അങ്ങ് മാറിക്കോളും, അക്കൗണ്ട് എടുക്കേണ്ട ആ ഒരു ത്വര മാത്രമേ ഉള്ളൂ എന്ന് പറയും. അങ്ങനെ ഞാനൊരു ദിവസം ഇങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എടുക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഈ ആപ്പൊക്കെ ഡൗൺലോഡാക്കി ഒരു റാൻഡം പടം എടുത്തിട്ട് അങ്ങോട്ട് ഇട്ട് ഒരു ബയോ ഒക്കെ എങ്ങനെയൊക്കെ എഴുതി അങ്ങോട്ട്, എന്നിട്ട് ഞാൻ ഇതായിട്ടിട്ടുണ്ട് ഓക്കെ. എന്നിട്ട് ഞാൻ അങ്ങനെ അങ്ങ് പോയി. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴൊരു 2 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആരൊക്കെയാ ഇത് അയച്ചേക്കുന്നതെന്നുള്ളൊരു ഇത് ക്യൂരിയോസിറ്റി വരുമല്ലോ. അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോൾ ഇങ്ങനെ കുറേ ഇൻട്രസ്റ്റുകൾ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴേക്കും ഇവൻ്റെ പ്രൊഫൈൽ ഞാൻ കണ്ടു. എന്ന് വെച്ചാൽ അവനിങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്നത്, കുറച്ച് പുല്ലുകൾക്കിടയിൽ നിന്ന് ചിരിച്ചോണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല ചിരി. ഞാൻ അമ്മയുടെ അത് തന്നെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഇത് പ്രൊഫൈൽ കാണിച്ചിട്ട് പറഞ്ഞു അമ്മ നല്ല ചിരി, അക്സെപ്റ്റ്. ഞാൻ തന്നെ കയറി അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അശ്വിൻ്റെ അമ്മ വിളിക്കുന്നു. അമ്മ എന്നിട്ട് ഫോൺ എടുത്ത് പിന്നെ രണ്ടുപേരും ഭയങ്കര മച്ച കമ്പനി. എന്നിട്ട് അമ്മ പറഞ്ഞു സംസാരിക്കണം. അവിടെ ചെറിയൊരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവൻ എനിക്ക് മെസ്സേജ് അയക്കും എന്നും പറഞ്ഞ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ രാത്രിയായിട്ടും മെസ്സേജ് ഒന്നും വരുന്നില്ല. ആക്ച്വലി അശ്വിൻ്റെ അമ്മ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് വിളിക്കും എന്നായിരുന്നു. അങ്ങനെ രാത്രി ആയപ്പോഴേക്കും ഞാൻ പറഞ്ഞു അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരിക്കും അമ്മ. അപ്പോൾ അമ്മ പറഞ്ഞു നീ ഒന്ന് മെസ്സേജ് നോക്ക്. അപ്പം ഞാൻ ഇങ്ങനെ ഹേയ് ഐ ആം ആര്യ. അപ്പോൾ ഇവൻ തിരിച്ചു വിടുന്നു അങ്ങോട്ട് ഹേയ് ഐ ആം അശ്വിൻ. പിന്നെ അത് കഴിഞ്ഞൊരു പൂച്ചയുടെ സ്റ്റിക്കറൊക്കെ വന്നു. എനിക്ക് പൂച്ചകളെ ഭയങ്കര ഇഷ്ടം. അപ്പോഴേക്കും അങ്ങനെ വീണ്ടും നല്ല രീതിയിൽ നല്ല ഫ്ലോ ആയിട്ടങ്ങ് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ നമ്മൾ കണ്ടുമുട്ടിയപ്പോഴൊക്കെ ഭയങ്കര എനിക്ക് കംഫർട്ടബിൾ ആകാൻ തുടങ്ങി. എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും പാവം. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് നമ്മൾ സെറ്റായത്. ഒരു ക്യാച്ച് മൈഡിയിൽ ഞാൻ വീഴ്ത്തി. ക്യാറ്റ് സ്റ്റിക്കറിൽ ഞാൻ വീഴ്ത്തി.
പിന്നെ പിന്നെ നമ്മളെ ക്യാറ്റ് സ്റ്റിക്കർ എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഭയങ്കര ശേഖരം തന്നെ ഉണ്ടല്ലേ. അതാണ് ഇപ്പൊ ഞങ്ങളുടെ മെസ്സേജ് ചെയ്യുമ്പോൾ ഇത് അത്ര തന്നെ. ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് അതെ ഫ്യൂച്ചർ മാരേജ് ഇപ്പോൾ നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. ഇനി അഡ്വൈസ് ടു സിഗ്മ, ഇനി അഡ്വൈസ് ടു സിംഗിൾ. മാട്രിമോണി ആപ്പ് നല്ലതാണ്. ഫ്രീ പ്രൊമോഷൻ ഞാൻ പറഞ്ഞില്ലേ. നമ്മളെങ്കിൽ പഠിക്കേണ്ടത് നിങ്ങൾ സിഗ്മത്തരം കൂട്ടണം. സിഗ്മ എത്ര കൂടുന്നു അപ്പൊ കല്യാണം വരാനുള്ള ചാൻസ് കൂടും. നമ്മൾ വേണ്ട വേണ്ട എന്ന് പറയുമ്പോ ദൈവം നമുക്ക് ഇങ്ങനെ തന്നോണ്ടിരിക്കും. ഇന്നോട്ട് ഞാൻ വേണ്ട. അരിയെല്ലാം വെട്ടി തുറന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. എനിക്കും അതുകൊണ്ട് സംസാരിക്കാൻ ചില സമയത്തൊരു ഭയമാണ്. എന്താണെന്ന് വരുന്നത്. കാരണം അച്ഛൻ അങ്ങനെയാണ്. അച്ഛനെല്ലാം ഇഷ്ടമെങ്കിൽ ഇഷ്ടമല്ല എന്നോ തുറന്നൊക്കെ പറഞ്ഞിരിക്കും. അച്ഛനതുകൊണ്ട് ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മൂന് ഒരുപാട് ശത്രുക്കളുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ ഇഷ്ടമല്ലാത്തൊരു ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുന്നൊരു സ്വഭാവം. ആരോടൊരു മയത്തി ഞാൻ പറയും മക്കളെ അങ്ങനല്ല വേണ്ടത്, എല്ലാവരോടും നല്ലൊരു മയത്തി പോകണം. അല്ലമ്മ എനിക്കിഷ്ടമാണെങ്കിൽ ഞാൻ 100% അങ്ങ് ഇഷ്ടപ്പെടും, ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് എല്ലാവരെയും ഒന്നും പ്ലീസ് ചെയ്യാനൊന്നും അത്രയ്ക്ക് എനിക്ക് പറ്റില്ല. ഇങ്ങനത്തെ ഒരു സ്വഭാവമാണ്. പിന്നെ എന്താണ് സ്വഭാവത്തെക്കുറിച്ച് പറയേണ്ടത്? ഇച്ചിരി മടിച്ചിയാണ്, മടിയുണ്ട്. പോസിറ്റീവ്. ഞാൻ ഇത്രയൊക്കെ ഒന്ന് വിഷമിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ എന്നെ വന്നങ്ങ് നല്ലപോലെ തലോടി സ്നേഹിച്ച് അപ്പം ഞാൻ വിചാരിക്കും ഒരു മോളുള്ളതിൻ്റെ ഒരു ഭാഗ്യമാണല്ലോ അതെന്ന് പറയുമായിരിക്കും. നല്ലതായിട്ട് സ്നേഹിക്കും എപ്പോഴും വന്ന്. ഞാൻ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അത് കാണുന്നത് ഇഷ്ടമല്ല, എപ്പോഴും ഞാൻ സന്തോഷിച്ചതിന് ഇരിക്കണം. അതുകൊണ്ട് എനിക്ക് വിഷമം ഉണ്ടെങ്കിലും പലപ്പോഴും ഞാൻ അവളെ കാണിക്കാറില്ല, ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ എല്ലാവരും അവൾക്ക് ഏറ്റവും കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയായതുകൊണ്ട് ഇച്ചിരി കൊഞ്ചിക്കൽ കൂടുതലാണ് കേട്ടോ. അവൻ്റെ ചേട്ടനൊക്കെയാണെങ്കിൽ അവളെ നന്നായിട്ട് കൊഞ്ചിക്കും. പക്ഷെ അവനെ നല്ല പിടിച്ചൊക്കെ തള്ളുന്നത് കാണുന്നുണ്ട്. എന്ത് പറയുമ്പോഴും എനിക്കൊക്കെ വിഷമം തോന്നും അവൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കണം. എത്ര 10 വയസ്സിന് മൂത്തതാണ്, അവൻ്റെ അടുത്തൊക്കെ നല്ല തിരിച്ചൊക്കെ പറയും. അപ്പോൾ അത് പ്രായത്തിൻ്റെ ഒന്നുമല്ല, അവളെന്തോ നല്ല എനിക്ക് നല്ല മെച്യൂരിറ്റി ഉണ്ട് എന്നുള്ളത് കാണിക്കാനാണ് തോന്നുന്നത്. ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. എന്താ വിഷമമൊന്നും വരുന്നത്, ആരും വിഷമിക്കുന്ന പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമല്ല. ഇനി അശ്വിൻ്റെ വീട്ടുകാരെ കുറിച്ച് കംപ്ലീറ്റ് നല്ല അഭിപ്രായമാണ്. കാരണം ഇവളങ്ങനെ ആരെയും കുറിച്ച് നല്ലൊരു അഭിപ്രായം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. വളരെ കുറച്ച് പേരെ കുറിച്ച് നല്ല അഭിപ്രായം പറയാറുള്ളൂ. അപ്പോൾ അശ്വിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ് ഉള്ളത്. അശ്വിൻ്റെ അമ്മ ഭയങ്കര സൂപ്പർ കുക്കാണ്. ഹോസ്റ്റലിൽ ഏതാണ്ട് കുറച്ച് സ്പെഷ്യൽ സാധനമൊക്കെ ഉണ്ടായിക്കൊണ്ട് കൊടുത്ത് അതേ പറയാം. അവിടുത്തെ അമ്മയ്ക്ക് എന്തൊരു സ്നേഹമായി, എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് സ്നേഹമില്ല. എപ്പോഴും ഇപ്പോൾ അവിടുത്തെ അമ്മയെക്കുറിച്ചാണ് പറയല്. പിന്നെ വയ്യാതൊക്കെ ഇരുന്നപ്പം അച്ചാറൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഞാൻ അതിലാണ് ഞാൻ രക്ഷപ്പെട്ടു പോയത്. അവിടുത്തെ കഞ്ഞിയും പയറും ഞാൻ മടുത്തായിരുന്നു ഹോസ്റ്റലിൽ. പിന്നെ ചേച്ചി, ഇതുപോലൊരു ചേച്ചി എനിക്ക് കിട്ടിയത് എനിക്ക് ഭയങ്കര ഒരു ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെയാണ്. കല്യാണം നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ അവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരിക്കണം, അങ്ങനെ ഒരു വീട്ടിൽ ഞാൻ നിന്നെ വിടുകയുള്ളൂ. കാരണം എല്ലാ കാര്യവും തുറന്നു പറയാൻ എപ്പോഴും ഒരു സിസ്റ്റർ ആവശ്യമാണ്. ഞങ്ങളൊന്നും എന്തും കാണത്തില്ല. അശ്വിൻ നല്ല കുട്ടിയാണ്. അവൻ നല്ല കുടുംബം നോക്കാനായിട്ട്. കാരണം അശ്വിൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് കുടുംബത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ സമയത്തൊക്കെ നന്നായിട്ട് അമ്മയും ഫാമിലിയൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാനത് ആദ്യമേ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അപ്പൂൻ്റെ അടുത്ത് ഇത് തന്നെയാണ് പറഞ്ഞു. അപ്പൂ നല്ല ഫാമിലി നോക്കുന്ന ഒരു കുട്ടിയാണ്. അച്ഛൻ്റെ ഒരു വിഷമം വന്നപ്പം അമ്മയുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന്, അതാണ് ഏറ്റവും വലിയ ആവശ്യം. ശരിക്കും കുടുംബത്തിന് ഏറ്റവും അമ്മയ്ക്കൊരു സപ്പോർട്ട് താങ്ങെന്ന് പറയുന്ന മോനാണ്. ആ മോൻ നന്നായിട്ട് ആ അമ്മയ്ക്ക്, എനിക്കത് ഭയങ്കര സന്തോഷമായി. ഈറന്നിലാവിൽ വരവായി ചൂടി നിന്നു ചുണ്ടിൽ മധുരം നിറയെ പതിവായതിലും